ബസ് ഇറങ്ങി കഴിഞ്ഞാൽ 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ആ റോഡിനോട് പോയി കഴിഞ്ഞാൽ 2 ഏക്കർ 75 സെന്റ് സ്ഥലം റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ട് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാൻ താഴെ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമ്മൾ ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഫുൾ ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്നതാണ്. അതായത് ഏകദേശം 300 മീറ്ററോളം നമുക്ക് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നതാക്കണം. ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. മൊത്തം 2 ഏക്കർ 75 സെന്റ് സ്ഥലമാണ്. അതിന്റെ അതിര് താക്കണം ഇവിടുന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടാണ് സ്ഥലം വരുന്നത്. നമ്മളിപ്പോ നേരത്തെ താക്കണം അവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അപ്പൊ ഇതാക്കണ ചുറ്റുപാടും ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതേമാതിരിക്ക് കടകളോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളൊക്കെ കെട്ടാനൊക്കെ പറ്റുന്നതാണ്. അതേമാതിരി ഇനിയിപ്പോ ഒരു ക്വാർട്ടേഴ്സ് ഒക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന സ്ഥലമാട്ടോ. ഇതിപ്പോ ഒന്ന് ഞായറാഴ്ച ദിവസമാണ് നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഷട്ടർ ഇങ്ങനെ അടഞ്ഞിട്ട് കാണുന്നത് കേട്ടോ. ഇപ്പൊ അത് മാത്രല്ല ഈ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്ലോട്ടുകളാക്കിയും കൊടുക്കാൻ പറ്റും. 50 സെന്റോ 20 സെന്റോ അങ്ങനെയൊക്കെ പ്ലോട്ടുകളൊക്കെ ആക്കി അങ്ങനെ എല്ലാം കൊടുക്കാൻ പറ്റുന്ന സ്ഥലവും കൂടിയാണ് കേട്ടോ. ചെങ്കള നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഇപ്പൊ നിലവിൽ ഫുള്ള് റബ്ബറുകളാണ് കേട്ടോ. ഫുള്ള് റബ്ബർ മരങ്ങൾ കിടിലം റബ്ബർ മരങ്ങളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്ന റോഡിന്റെ മേലെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇപ്പൊ നോക്കിയാൽ അവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ മുകളിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നാണ് നിങ്ങള് നമുക്ക് ആ സ്ഥലത്തിനകത്ത് ഇതിനകത്തോട്ട് പോയിട്ട് ആ മരങ്ങൾ റബ്ബറുകളും മൊത്തത്തിലൊന്ന് കാട്ടിത്തരാം. നല്ല കിടിലം മരങ്ങൾ ഇതൊന്ന് നോക്കിയാണ് നിങ്ങൾ. നല്ല വണ്ണുള്ള മരമാണ് കേട്ടോ. 105 ഇനത്തിൽ പെട്ടിട്ടുള്ള 4-ാം വർഷം പ്രായമായിട്ടുള്ള ടാപ്പിംഗ് ആക്കിയിട്ട് ഇതാക്കണേ. ആകെ എത്ര മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. നല്ല പാല് കിട്ടുന്ന മരങ്ങളാണ്. കണ്ടില്ല നിങ്ങള്. എവിടെ ഒരു മുഴ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാക്കണം ഇനി ഇങ്ങോട്ട് വരി. പ്ലാറ്റോറൊക്കെ ഫുള്ള് ക്ലിയർ ആണ്. ഇതാക്കണം ഇങ്ങനത്തെ ഞുക്കളി കേടായ മരങ്ങളൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. അല്ലാതെയാണ് ഈ 450ഓളം മരങ്ങൾ ഉണ്ട് പറഞ്ഞത്. ഈ മരത്തിന്റെ ഒക്കെ വണ്ണം നോക്കിയാണ്. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് മൊത്തം ഇതാക്കുന്നത് ഇതേപോലത്തെ 480ഓളം മരങ്ങളാണുള്ളത് കേട്ടോ. എല്ലാം 105 ഇനത്തിൽപ്പെട്ട മരങ്ങളാണ്. പിന്നെ പ്ലാറ്റോറൊക്കെ കണ്ടില്ല നിങ്ങൾ ഫുള്ള് ലെവലായിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ കാട് വെട്ടിയിട്ടില്ല. നമ്മൾ ഈ ഒരു പ്ലോട്ട് എന്താ പറയാ വെട്ടിയിട്ട് കുറച്ച് കാലങ്ങളായില്ലേ. റബ്ബർ വെട്ടിയിട്ട് കുറേ ആയിന്. അതോടെ തന്നെ ഇപ്പൊ കുറച്ച് കാട് കയറി കിടക്കുകയാണ്. ഇത് നോക്കിയാണ് നിങ്ങൾ. ഇതേമാതിരി ഇങ്ങനെ കിടക്കാം. അങ്ങനെ ഒറ്റ വരി നല്ല നീളത്തിലാ കിടക്കണത് കേട്ടോ. ഇപ്പൊ നമുക്ക് പോകാൻ പറ്റുന്നിടത്തോളം പോയിങ്ങാണ്ട് ഇങ്ങനെ കാട്ടി തരാണ്. ഇത് കണ്ടില്ല നിങ്ങൾ. ഈ മരങ്ങളൊക്കെ കണ്ടില്ലേ. ഇതും ആ കാണുന്ന റബ്ബറൊക്കെ കണ്ടില്ലേ. ഫുള്ള് നല്ല വണ്ണുള്ള മരങ്ങൾ. ഇനി ഇവിടുന്ന് താഴത്തേക്ക് നോക്കിയാലും നമുക്ക് കാണാം. പിന്നെ വീഡിയോയിൽ അത്രത്തോളം കാണുന്നത് നമുക്ക് അറിയില്ല. കാട് കയറി കിടക്കായതുകൊണ്ട് കേട്ടോ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ മൊത്തത്തിൽ കാണുന്നത്. നമ്മളിപ്പോ ഏകദേശം പറമ്പിന്റെ സെന്റർ ഭാഗത്താണ് ഇപ്പൊ നിക്കണത്. അപ്പം പോയിട്ട് താഴെ ഡീറ്റെയിൽ അപ്പുറത്തെ സൈഡ് വരെ അങ്ങേ സൈഡ് വരെ കാണിച്ചു കൊടുക്കാം അല്ലെ. ഇനി നമുക്ക് താഴെ പോയിട്ട് അങ്ങേ തലക്കെ പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചയും കൂടി ഒന്ന് കാട്ടിത്തരാം കേട്ടോ. ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞാൽ ഈ റോഡ് വരുന്ന കുറ്റിക്കോലിന് വരുന്ന റോഡാണ് കേട്ടോ. കുറ്റിക്കോലിന് ഏകദേശം 3.5 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എരിഞ്ഞിപ്പുഴ അതുപോലെ ബോവിക്കാനോ കാസർഗോഡൊക്കെ പോണ റൂട്ടാണ് കേട്ടോ. ഈ കാണുന്ന ബസ് ഇതാക്കുന്ന കാസർഗോഡ് പോണതാണ്. ഇടയ്ക്കിടയ്ക്ക് ബസ് ഉണ്ട്. ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാസർഗോഡ് പോകാനും അതുപോലെ തന്നെ ബന്ദർക്ക് പോകാനും കുറ്റിക്കോല് പോകാനൊക്കെ ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് മംഗലാപുരത്തിനൊക്കെ ബസ്സൊക്കെ ഉള്ളതാണ്. പിന്നെ ALP സ്കൂള് ബേത്തൂർപ്പാറയാണ് ആ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ പ്ലോട്ടിനകത്തോട്ട് അങ്ങോട്ടുള്ള ആ റോഡിനാണ് പോകേണ്ടത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ കാണാം. ഇപ്പൊ നമ്മള് ഈ ഭാഗത്തുള്ള റബ്ബറുകളാണ് ഇപ്പൊ കണ്ടിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ആ ഒരു സൈഡിൽ കൂടെയുള്ള റോഡിന് കയറി പോയിട്ടാണ് നമ്മൾ ഈ ഭാഗത്തുള്ള റബ്ബറുകൾ മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ ബാക്കി ബാലൻസ് ഭാഗം കാണാൻ നമുക്ക് ഇതിന്റെ എൻഡിൽ പോയിട്ട് നമുക്ക് ഏകദേശം 300 മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെ കിട്ടും. അത് നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. നമുക്ക് നമ്മളെ വണ്ടിക്ക് തന്നെ പോകാം അല്ലെ. ഇനിയിപ്പോ ഈ ഒരു സൈഡിലാണ് നിങ്ങൾ സ്ഥലം എടുക്കണമെന്നുണ്ടെങ്കിൽ കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോസ്റ്റും ഒക്കെ ഉണ്ട്. ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമുക്ക് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിലൊക്കെ കറണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഈ പ്ലോട്ട് മൊത്തം എടുത്തു കഴിഞ്ഞിട്ട് എന്താ പറയുക മുറിച്ച് കൊടുക്കുകയൊക്കെ ആണെങ്കിലും അതിനും പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാകണി അവിടെ നിന്നാണ് വന്നുള്ളത് കേട്ടോ. ഏകദേശം 300 മീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡ് ഫ്രണ്ടേജ് ഏകദേശം 300 മീറ്ററോളം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പ്ലോട്ട് കേട്ടോ. കണ്ടില്ല നിങ്ങൾ. റോഡ് സൈഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഫുള്ള് ഇതാണ് ഇതേപോലത്തെ മരങ്ങളാണ്. എല്ലാം നല്ല കിടിലം മരങ്ങളാണ്. നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനുള്ള സൗകര്യത്തിന് ഇതാകണ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തുടക്കം മുതൽ എൻഡ് വരെ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് താഴോട്ടൊക്കെ കണ്ടില്ല നിങ്ങൾ. ഫുള്ള് ഇതേപോലെ തെങ്ങ് അതുപോലെ തന്നെ റബ്ബർ അങ്ങനെയുള്ള മരങ്ങളാണുള്ളത്. പിന്നെ ഫുള്ള് ഇതാണ് ഇതേപോലെ നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന മണ്ണുള്ള സ്ഥലമാണ്. ഇതിപ്പോൾ താഴത്താണ്. ഇത് നമ്മളെ പ്ലോട്ടിലെ മണ്ണുകൾ കണ്ടില്ല നിങ്ങൾ. നല്ല കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല കിണ്ണം കാച്ച മണ്ണാണ് കേട്ടോ. വേറെ കല്ലുള്ള അങ്ങനത്തെ അങ്ങനത്തെ പ്രദേശമൊന്നുമല്ല. പിന്നെ നമുക്ക് ഏകദേശം ഇതാകുന്നത് ഇത് കണ്ടില്ല. നമ്മൾക്ക് ഒരു 4 സെൻറ്റോളം സ്ഥലം നമ്മളെ ഈ ഒരു പ്ലോട്ടിനോട് ചാരി ഈ ഒരു സ്ഥലത്തിൽ ഒരു 4 സെൻറ്റ് സ്ഥലം ഇതേപോലെ കള്ള് ഷാപ്പിനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു
നടക്കാനുള്ള ദൂരത്തിൽ നമുക്ക് ബേത്തൂർപ്പാറ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. നമുക്ക് കുറ്റിക്കോൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറ്റിക്കോൽ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ കുറ്റിക്കോലുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് ബേത്തൂർപ്പാറ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്ലിനിക്കുകളുണ്ട്. കുറ്റിക്കോലാണ് നമുക്ക് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് എൻഡിൽ പോയിട്ട് അവിടെയും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പ്ലോട്ടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് കേട്ടോ. എൻഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ്. ഇതുവരെയാണ് നമ്മളെ പ്ലോട്ടിൻ്റെ എൻഡ് വരുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് മേലോട്ടാണ് പ്ലോട്ട് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ല നിങ്ങൾ ചുറ്റുപാടാണ് ഇഷ്ടംപോലെ വീടുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ഫുള്ള് മണ്ണുള്ള സ്ഥലം തന്നെയാണ്. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് കുറച്ചങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. പ്ലോട്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു സ്ഥലം തന്നെയാണ്. ഫുള്ള് റബ്ബർ മരങ്ങളാണ് എല്ലാം ഉള്ളത്. ഏകദേശം ഒരു 480 റബ്ബർ മരങ്ങളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. കണ്ടില്ല നിങ്ങൾ ഇതേപോലത്തെ മരങ്ങൾ. ചെറിയൊരു ചെരിവുണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്. അതേപോലത്തെ റബ്ബർ മരങ്ങളാണ് മൊത്തം ഉള്ളത് കേട്ടോ. പ്ലാറ്റ്ഫോറൊക്കെ ഫുള്ള് ലെവലായിട്ട് കിടക്കുന്ന ഭൂമിയാണ്. സൗകര്യം എന്താ വെച്ചാൽ എല്ലാ വണ്ടികളും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി സൗകര്യമുണ്ട്. ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലം തന്നെയാണ് അല്ലേ. ഇനി ഒരു റബ്ബർ തോട്ടം കാസർഗോഡ് ജില്ലയിൽ ഒരു റബ്ബർ തോട്ടമൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അതും ടൗണിനോട് ചേർന്നിട്ട് അത് നമുക്ക് സ്ഥലം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോലിന് ബോവിക്കാനം വഴി പോകുന്ന റോഡിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് കേട്ടോ. ബേത്തൂർപ്പാറ എന്നാണ് നമ്മളീ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറും കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഓണറുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.